സംസ്ഥാനത്ത് വില കുറയുമെന്ന് പ്രതീക്ഷിച്ച കോഴിക്കും വില കൂടി. ജിഎസ്ടിയിൽ നികുതി ഒഴിവാക്കിയ ഇനമാണ് കോഴി. ദിവസേന എന്നോണമാണ് ചിക്കന് വില കൂടുന്നത്. ചിക്കന് 14% വില കുറച്ചിട്ടും ചിക്കൻ്റെ വില അടിക്കടി കൂട്ടുകയാണ്. ഇതൊക്കെ ചിക്കൻ വ്യാപാരമെല്ലാം നിയന്ത്രിക്കുന്ന ചില ക്ലിക്കുകളാണ്. അവർ വളരെ സംഘടിതമായിട്ട് നികുതി കുറച്ചിട്ടും അവരുടെ കഴിവ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോഴിക്കുണ്ടായിരുന്ന നികുതി 14%. GST വന്നതോടെ നികുതി ഒഴിവായി. സ്വാഭാവികമായും കോഴിക്ക് വില കുറയേണ്ടതാണ്. എന്നാൽ സംസ്ഥാനത്തെ കോഴിയുടെയും കോഴിയിറച്ചിയുടെയും വില എങ്ങനെയാണ്? കോഴിയുടെ വില തോന്നും പടിയാണ്. കോഴിയിറച്ചിക്ക് ചിലയിടത്ത് 200 ആണെങ്കിൽ മറ്റൊരിടത്ത് 220 രൂപ, 250 രൂപ വരെ ഈടാക്കുന്ന ചിക്കൻ സ്റ്റാളുകളുമുണ്ട്. നോമ്പിന് 200 രൂപയായിരുന്ന ചിക്കന് അതിനുശേഷം വില 180 മുതൽ 190 രൂപ വരെയായി കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 10 രൂപ മുതൽ 30 രൂപ വരെ കൂടി. വില കുറച്ച് കൂടുതലോ, 200-220 രൂപ ഒക്കെ ആയിട്ടാണ് വിൽക്കുന്നത്. ചില വീട് പിന്നെ 150 ഫോണ്. തമിഴ്നാടുകളിലെ ഫാമുകളിൽ വില കൂടിയതാണ് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. കോഴിയുടെ വരവ് കുറഞ്ഞതാണ് വില കൂടാൻ ഇടയാക്കിയതെന്നും വിശദീകരണമുണ്ട്. വില കൂടിയതല്ല, സാധനം വരായിട്ടുള്ള വില. ഇവിടെ വന്നാൽ സാധനം വില കുറയേണ്ടതാണ്. എടുക്കണേൽ 20 റുപ്യ കൂടിക്കാൻ, എടുത്തുകൊണ്ട് എടുക്കണേൽ 20 റുപ്യ കൂടിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. വില ഏകീകരണത്തിന് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ GST വന്നതോടെ കൂടിയ ഹോട്ടലുകളിലെ ചിക്കൻ വിഭവങ്ങളുടെ വില ഇനിയും ഉയരും. സഞ്ജു പൊറ്റമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.